സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടികൂടുന്നവരിൽ കൂടുതലും മുസ്ലിം ചെറുപ്പക്കാരാണെന്ന് KT ജലീൽ. കള്ളക്കടത്ത് മതവിരുദ്ധമല്ലെന്ന് അവർ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ ഖാസിമാർ മതവിധി പുറപ്പെടുവിച്ചാലേ കള്ളക്കടത്തിൽ നിന്ന് വിശ്വാസികൾ പിന്മാറൂ എന്നും KT ജലീൽ. കേരള രാഷ്ട്രീയത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായി വന്നിരിക്കുകയാണ്. KT ജലീൽ MLA നമ്മോടൊപ്പമുണ്ട്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ വേണ്ടി പാണക്കാട് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണമെന്ന് തങ്ങൾ പറഞ്ഞതായി കണ്ടു. എന്ത് സാഹചര്യത്തിലാണത്? അത്തരം കരിപ്പൂർ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും കണ്ണൂർ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചാണെങ്കിലും ഇതിലൊക്കെ പിടിക്കപ്പെടുന്നവരിൽ വലിയൊരു ശതമാനം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു മതനിഷിദ്ധമായിട്ടുള്ള കാര്യമായിട്ട് അവർക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അവരോട് ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഖാദിമാർ അത് പറഞ്ഞാൽ സ്വാഭാവികമായും അത് മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ നിലനിൽക്കുന്നവർക്കിടയിൽ ഇതൊരു മതപരമായ തെറ്റായിട്ടുള്ള കാര്യം ആണ് എന്ന് വിശ്വസിക്കാത്തവർക്കിടയിൽ അത് വലിയ സ്വാധീനം ചെലുത്തും. മലപ്പുറത്ത് കേസുകൾ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അനാവശ്യമായ ധൃതി ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായി എന്നൊരു ആക്ഷേപം എനിക്ക് തോന്നുന്നു താങ്കൾക്കും ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അത് PV അൻവർ ഉന്നയിച്ചപ്പോഴല്ലേ ഈ കണക്കുകൾ മുഖ്യമന്ത്രി എടുത്തുന്നയിക്കുന്നത്? അതിലൊരു അസ്വാഭാവികത ഇല്ല? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ആളുകളിൽ നിന്ന് പിടിക്കുന്നതും പോലീസ് അത് രേഖപ്പെടുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പരിശോധിക്കണം എന്നാണ് അൻവർ പറഞ്ഞത്. അല്ലാതെ സ്വർണ്ണക്കള്ളക്കടത്തിനെ അൻവർ ന്യായീകരിച്ചിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസാണ് സ്വർണം പിടിക്കേണ്ടത്. അപ്പോൾ കസ്റ്റംസിൻ്റെ വളരെ ശക്തമായിട്ടുള്ള സ്കാനിങ് സംവിധാനത്തെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ സ്വർണം പുറത്തു വരുന്നത്? പുറത്തു വരുന്ന ഉടനെ തന്നെ അത് പോലീസ് പിടിക്കുന്നു. അപ്പോൾ കസ്റ്റംസിലുള്ള ആളുകളും പോലീസും തമ്മിൽ അറിഞ്ഞുകൊണ്ടാണിത് നടക്കുന്നത്. ഇത് യഥാവിധി പിടിച്ചാൽ കസ്റ്റംസുകാർക്ക് അല്ലെങ്കിൽ പോലീസിന് കിട്ടുന്ന ഒരു ഇൻസെൻറ്റീവ് ഉണ്ട്. ആ ഇൻസെൻറ്റീവിനേക്കാൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കസ്റ്റംസിൻ്റെ ഒത്താശയോട് കൂടി പോലീസ് പുറത്തു വെച്ച് സ്വർണം പിടികൂടുന്നത്? എന്നിട്ട് അത് ഒറിജിനലായിട്ടുള്ളതിൻ്റെ വളരെ കുറച്ചാണ് പോലീസ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുന്നത് എന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. അതിനെയാണ് ഞാൻ പിന്തുണച്ചത്. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശക്തമായി അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഇങ്ങനെയാണ് പല IPS ഉദ്യോഗസ്ഥന്മാരും പോലീസ് മേധാവികളും പണമുണ്ടാക്കുന്നത്. അനധികൃതമായ സ്വത്ത് സമ്പാദനം ഈ വഴിക്കാണ് നടത്തുന്നത്. RSS നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പോയി കാണാൻ പാടില്ല. RSS ഉദ്യോഗസ്ഥ ഇവരുടെ എന്താ ആരെങ്കിലും ആണോ? ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, മറ്റ് മുസ്ലിം സംഘടനകളും ഇപ്പോൾ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന CPM വലിയ കാലം ബന്ധമുണ്ടെങ്കിൽ കാന്തപുരം വിഭാഗം ഉൾപ്പെടെ ഈ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെ CPM-നെതിരെ ഉയർത്തിയിരിക്കുകയാണ്. അവർക്ക് മനസ്സിലാവും കുറച്ച് കഴിഞ്ഞാൽ. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും എന്ന് പറയാറില്ലേ? കൊണ്ടാലറിയും ഈ സംഘടനകളൊക്കെ തന്നെ. കിഷോർ കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.